ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അനാഥനായ ഒരു കരടിക്കുട്ടന് അവന്റെ കൂട്ടുകാരൊരുക്കിയ ബർത്ത്ഡേ സർപ്രൈസിന്റെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. വാ, കഥ കേട്ടാലോ. പണ്ടൊരിടത്ത് അങ്ങ് ദൂരെ ചിത്തിരക്കാട്ടിൽ സൗമ്യനും ദയാലുവുമായിരുന്ന ഒരു പാവം കരടിക്കുട്ടൻ താമസിച്ചിരുന്നു. പേര് ബാലു. അവൻ ഒരുപാട് കഥ നമ്മളോട് പറയാനുണ്ട്. ബാലു ഒരു കുട്ടിയായിരുന്നപ്പോഴാണ് ചിത്തിരക്കാട്ടിലേക്ക് വന്നത്. അവൻ അച്ഛനും അമ്മയും കുഞ്ഞിലേ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് അവൻ വളർന്നു വലുതായി കഴിഞ്ഞു. എന്നാലും അവൻ ആരും കൂട്ടുകാരില്ലായിരുന്നു. ഒരു ദിവസം രാത്രി ബാലു തന്റെ ഗുഹയ്ക്ക് പുറത്തിരുന്ന് മിന്നുന്ന നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെ, നിങ്ങൾ രണ്ടുപേരും എന്റെ അച്ഛനും അമ്മയുമല്ലേ? നാളെ എന്റെ ബർത്ത്ഡേയാ. എനിക്ക് ആരുമില്ല ഇത് ആഘോഷിക്കാൻ. എനിക്ക് വിഷമം വരുന്നു. എന്നാൽ ബാലു അറിഞ്ഞില്ല, മിടുമിടുക്കനും അതീവ ദയാലുവുമായ മിട്ടുമുയൽ ഇതെല്ലാം കേട്ടുകൊണ്ട് കുറ്റിച്ചെടികൾക്കിടയിലിരിക്കുന്നുണ്ടായിരുന്നു. ബാലു പറഞ്ഞത് കേട്ടപ്പോൾ അവന് സങ്കടം വന്നു. അയ്യോ, പാവം ബാലു, അവൻ എത്ര വിഷമിക്കുന്നു. ഇത്തവണ അവനൊരു ഗംഭീര ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാം. അങ്ങനെ മിട്ടു തന്റെ കൂട്ടുകാരായ പപ്പു അണ്ണാന്റെയും കിങ്ങിണി തത്തമ്മയുടെയും ടുട്ടുമാമയുടെയും മീനുമാനിന്റെയും അടുത്തേക്ക് ഓടിയെത്തി. കൂട്ടുകാരെ, നാളെ ബാലുവിന്റെ ബർത്ത്ഡേയാ. ആരും അറിഞ്ഞിട്ടില്ലെന്നാണ് അവന്റെ വിചാരം. നമുക്ക് അവനൊരു സൂപ്പർ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാം. പദ്ധതി അവരങ്ങനെ ആസൂത്രണം ചെയ്തു. ഞാൻ നട്ട്സും അക്കൗണ്ട്സും കൊണ്ട് അലങ്കരിക്കാം. ഞാൻ ബർത്ത്ഡേ പാട്ട് എഴുതാം. ഓരോ സർപ്രൈസുകളും ഞാൻ എഴുതി ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കാനുള്ള പഴങ്ങൾ ഞാൻ ശേഖരിക്കാം. പദ്ധതി അങ്ങനെ റെഡിയായി. ഇത് കാണുമ്പോൾ ബാലുവിന് ഒരുപാട് സന്തോഷമാകും. ഈ പാട്ട് കേട്ട് സന്തോഷം കൊണ്ടവൻ തുള്ളിച്ചാടും. ഈ സർപ്രൈസ് ക്ലൂസ് ഒക്കെ കാണുമ്പോൾ അവൻ ശരിക്കും ആശ്ചര്യപ്പെടും. ആദ്യമായിട്ടായിരിക്കും ഇത്രയും മധുരമുള്ള കേക്ക് അവൻ കഴിക്കുന്നത്. അങ്ങനെ ബർത്ത്ഡേ ദിവസം അതിരാവിലെ കഥകിലുള്ള ടക് ടക് കൊട്ടുകേട്ടാണ് ബാലു ഉറക്കം ഉണർന്നത്. ചേടാ, ഇതാരാ ഈ രാവിലെ തന്നെ? കണ്ണെല്ലാം തിരുമ്മിക്കൊണ്ട് കഥക് തുറന്നു പുറത്തു വന്ന ബാലു ഞെട്ടിപ്പോയി. ഇതെന്താ? ഹാപ്പി ബർത്ത്ഡേ ബാലു. നിനക്കുള്ള സർപ്രൈസ് ഇവിടെ തുടങ്ങുകയാ. നീല തൂവലുകളെ പിന്തുടരൂ എന്ന് നിന്റെ കൂട്ടുകാരൻ. വൗ, ഇത് കൊള്ളാലോ. ആരാണാവോ ഈ സുഹൃത്ത്? ആകാംക്ഷയോടെ നീല തുവലുകളെ പിന്തുടർന്ന് അവൻ മുന്നോട്ട് നടന്നു. എങ്ങോട്ടായിരിക്കും ഈ തൂവലുകൾ എന്നെ കൊണ്ടെത്തിക്കുന്നത്? അത്ഭുതത്തോടെ മുന്നോട്ട് നടന്ന അവൻ കാടിന് നടുവിലുള്ള ഒരു മരക്കുറ്റിയുടെ അടുത്തെത്തി. അതിൽ സുന്ദരമായി നെയ്ത ഒരു ഷോളും സർപ്രൈസ് ക്ലൂവും ഉണ്ടായിരുന്നു. ഹായ് ഹായ്, ഇതൊരു മനോഹരമായ ഷാളാണല്ലോ. നല്ല പൂക്കളുടെ മണവുമുണ്ട്. അതെടുത്ത് അവൻ കഴുത്തിലണിഞ്ഞു. എന്ത് ഭംഗിയായ ഷാള്. ആരോ സ്നേഹം കൊണ്ട് നെയ്തെടുത്തതാ. എനിക്കിത് നന്നായി ചേരുന്നുണ്ട്. കാടിന്റെ മറവിൽ ഒളിച്ചു നിന്നുകൊണ്ട് മീനുമാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ കാട് മുഴുവൻ നിന്റെ കൂട്ടുകാരാണ് ബാലു. തുടർന്ന് അവിടെയുണ്ടായിരുന്ന സർപ്രൈസ് ക്ലൂ അവൻ വായിച്ചു. ബാലു, നിനക്ക് ഷോൾ ഇഷ്ടമായില്ലേ? പാട്ട് പാടുന്ന പക്ഷികളെ പിന്തുടർന്ന് വെള്ളച്ചാട്ടത്തിനരികിലെത്തുക. അവിടെ നിനക്കുള്ള അടുത്ത സർപ്രൈസ് കാത്തിരിപ്പുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലോ. ആരാണോ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത്ഭുതം തന്നെ.
ഷാളണിഞ്ഞ ബാലു സന്തോഷത്തോടെ പക്ഷികളെ പിന്തുടർന്നു. അങ്ങനെ സൂര്യപ്രകാശത്തിൽ മിന്നി തിളങ്ങുന്ന വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയ ബാലു അത്ഭുതപ്പെട്ടുപോയി. അവിടെ ഒരു മരക്കൊമ്പിലിരുന്ന് ബാലുവിന്റെ ബർത്ത്ഡേ പാട്ട് പാടുകയായിരുന്നു കിങ്ങിണി തത്തമ്മ. ബാലു, നിനക്കെന്റെ ബർത്ത്ഡേ പാട്ടിതാ. Happy birthday to you. Happy birthday to you. Follow the clues now. Clue number 3 is waiting for you. കൈയടിച്ചുകൊണ്ട് ബാലു പൊട്ടിച്ചിരിച്ചു. ആദ്യം ഷോള്, ഇപ്പോ ബർത്ത്ഡേ പാട്ട്. ഇനി എന്തൊക്കെയാണാവോ? അത്ഭുതം തന്നെ. തുടർന്ന് കിങ്ങിണി തത്തമ്മ നൽകിയ സർപ്രൈസ് ക്ലൂ അവൻ വായിച്ചു. ആ വലിയ മാന്ത്രിക മരത്തിന്റെ അകത്തേക്കൊന്ന് കേറി നോക്ക്. നിനക്കുള്ള അടുത്ത സർപ്രൈസ് അവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. വൗ വൗ, ഇനിയും സർപ്രൈസുകളോ? വേഗം പോയി നോക്കാം. ബാലു അങ്ങനെ മാന്ത്രിക മരത്തിന്റെ തിളങ്ങുന്ന വാതിലിനടുത്തെത്തി. ഇങ്ങനെ ഒരു ബർത്ത്ഡേ ദിവസം ഇതാദ്യമായിട്ടാ. എന്തായിരിക്കും ഇതിനുള്ളിൽ? ബാലു വാതിലിനുള്ളിലേക്ക് കയറി. അവിടെ മിന്നാമിന്നികൾ നിറഞ്ഞ തിളങ്ങുന്ന ഒരു പാത്രവും തൊട്ടടുത്തായി ഒരു ബർത്ത്ഡേ തൊപ്പിയും സർപ്രൈസ് ക്ലൂവും ഉണ്ടായിരുന്നു. സൂപ്പർ സൂപ്പർ. ഇപ്പോൾ എന്നെ കാണാൻ ശരിക്കും ഒരു ബർത്ത്ഡേ ബേബിയെ പോലെ തന്നെ ഉണ്ട്. നീ ഏകദേശം അടുത്തെത്തി. 10 അടി കൂടെ മുന്നോട്ട് നടന്നാൽ പൈൻ മരത്തിൻ ചുവട്ടിലെത്തും. അവിടെ നിനക്കൊരു ഗംഭീര സർപ്രൈസ് കാത്തിരിപ്പുണ്ട്. 10 അടിയല്ലേ? ഇപ്പൊ തന്നെ ഞാൻ എത്തിച്ചേരും. 1 2 3 4 5 6 7 8 9 10. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ പൈൻ മരത്തിന് ചുവട്ടിലെത്തിയ ബാലു അമ്പരന്നുപോയി. അവനായി ഒരു വലിയ ബർത്ത്ഡേ വിരുന്നൊരുക്കിയിരിക്കുന്നു. ഒളിഞ്ഞിരുന്ന മീട്ടുമുയലും പപ്പുവണ്ണാനും ടുട്ടുവാമയും കിങ്ങിണിത്തത്തമ്മയും മീനുമാനും എല്ലാവരും അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. Surprise! Happy birthday, Baloo! പലതരത്തിലുള്ള പഴങ്ങളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച ഒരു മേശയിൽ സ്വർണ്ണ നിറത്തിലുള്ള രുചികരമായ ഒരു തേൻബെറി കേക്ക് അവനായി ഒരുക്കിയിരുന്നു. Happy birthday to you! Happy birthday to you! Happy birthday, Happy birthday, dear Baloo! Happy birthday to Happy birthday to you! Happy birthday to you! Happy birthday to you. Happy birthday Happy to birthday you! to you. Happy Happy birthday, dear birthday, dear Baloo! Baloo. Happy birthday to you! മീട്ടു, നീയാണോ എനിക്ക് വേണ്ടി ഇത്രയും സർപ്രൈസ് ചെയ്തത്? അതെ ബാലു, നീ ഇനി ഒറ്റയ്ക്കല്ല. ഈ കാട്ടിലുള്ളവരെല്ലാം നിനക്ക് കൂട്ടുകാരായി ഉണ്ടാവും. ആദ്യമായാണ് ഇത്ര രസകരമായ ഒരു ബർത്ത്ഡേ ആഘോഷം. ഞാൻ വിചാരിച്ചത് ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാകുമെന്നാ. എനിക്കിപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരുണ്ട്. ബാലു, നീ എന്റെ ഉറ്റ ചങ്ങാതിയാ. അങ്ങനെ ബാലുവിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ബർത്ത്ഡേ അവർ ആഘോഷിച്ചു. അന്ന് രാത്രി ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് ബാലു പറഞ്ഞു, ഹേ നക്ഷത്രങ്ങളെ, ഞാൻ ഇനി മുതൽ ഒറ്റയ്ക്കല്ല കേട്ടോ. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത് കൂട്ടുകാരെ? സഹജീവികളോടുള്ള സ്നേഹവും കരുണയുമാണ് ലോകത്തിലെ ഏറ്റവും വലുത്. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.